അജ്ഞശ്ച ശ്രദ്ധാനഞ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മന. ഭഗവത്ഗീത 4:40, 4-ാം അധ്യായം 40-ാം ശ്ലോകം. ഇതിലാണ് വിഖ്യാതമായ സംശയാത്മാ വിനശ്യതി എന്ന ആ പ്രയോഗം കിടക്കുന്നത്. ഈ സംശയാത്മാ വിനശ്യതി എന്നുള്ളത് വല്ലാത്തൊരു പ്രയോഗം തന്നെയാണ്. കൺഫ്യൂഷനായി പോവും. സംശയാത്മാ വിനശ്യതി, സംശയത്തിൽപ്പെട്ടുകൊണ്ടിരുന്ന ആത്മാവ് നശിച്ചു പോകും. അത് സംശയം എന്തിനെക്കുറിച്ചാണ് എന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ പറയാൻ പറ്റൂ. പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു സത്യാന്വേഷിക്ക് സംശയം വരും. അവൻ സത്യത്തെ അന്വേഷിക്കുകയാണ്. അവന് സത്യത്തെയാണ് അറിയേണ്ടത്. അപ്പോൾ സത്യങ്ങൾ തന്നെ പല രീതിയിലില്ലേ. ആപേക്ഷിക സത്യങ്ങളുണ്ട്. പകൽ എന്നുള്ളതൊരു സത്യം തന്നെയാണ്, പക്ഷേ അതല്പം കഴിഞ്ഞാൽ രാത്രിയാകും. അപ്പോൾ ഇതേപോലെ മാറുന്ന സത്യങ്ങളുണ്ട്. സംശയിക്കില്ലേ, ഇതിൽ ശരിയായ സത്യം, ശാശ്വത സത്യം ഏതാണ് എന്നൊരു സത്യാന്വേഷി സംശയിക്കുമ്പോൾ അയാളെ ബ്രഹ്മബോധം, അതായത് പരമാത്മാവ് കാത്തുരക്ഷിക്കില്ലേ, സംരക്ഷിക്കില്ലേ, കൈ പിടിച്ച് നടത്തണ്ടേ. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന വാക്ക് സത്യമാവണ്ടേ. സത്യാന്വേഷി സത്യത്തിനെ അറിയാൻ വേണ്ടി തിടുക്കപ്പെട്ട് ഏത് വഴിക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും അത് ഭഗവാൻ തിരിച്ചറിയുന്നല്ലേ പറഞ്ഞത്. സത്യാന്വേഷണ മാർഗത്തിൽ സംശയം വന്നവൻ അധപ്പതിക്കുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതല്ലാത്ത ലൗകികമായിട്ടുള്ള അജ്ഞാനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതാണ് ഇവിടെ ഭഗവാൻ പ്രതിപാദിക്കുന്നത്. അല്ലാതെ ഭഗവാൻ ഒരു പൊട്ടത്തരം പറയില്ല. ഈ സംശയാത്മാവായിരുന്നു നമ്മുടെ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നശിച്ചിട്ടില്ലല്ലോ, ശാശ്വതമായി ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലിരുന്ന കോടാനുകൂടി മനുഷ്യർ വിസ്മൃതിയിലാണ്ടപ്പോഴൊക്കെ ഇപ്പോഴും വിവേകാനന്ദ സ്വാമികൾ സജീവമായിട്ട് ജനഹൃദയങ്ങളിലുണ്ട്. അപ്പോൾ പിന്നെ ഏതു സംശയാത്മാവാണ് ഈ പറഞ്ഞ ആൾ? അതിന് ചാന്തോഗ്യോപനിഷത്തിലൊരു കഥയുണ്ട്. ആ കഥ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. വിരോചനൻ എന്നു പേരുള്ള ഒരു അസുരൻ, അതായത് ഹിരണ്യകശിപുവിൻ്റെ മകൻ പ്രഹ്ലാദൻ്റെ മകനാണ് വിരോചനൻ. ഈ വിരോചനൻ പ്രഹ്ലാദൻ്റെ മകനായതുകൊണ്ട് ഗംഭീരനല്ല. അച്ഛൻ സമ്പാദിച്ച് വെച്ച സ്വത്തിൽ ശ്രേയസ്സിലെല്ലാം ഇദ്ദേഹത്തിന് അഹങ്കാരമാണ് ജനിച്ചിട്ടുള്ളത്. ഇദ്ദേഹവും ഇന്ദ്രനും കൂടി സനൽകുമാരൻ്റെ അടുത്ത് ബ്രഹ്മജ്ഞാനം നേടാൻ വേണ്ടി വിദ്യാഭ്യാസത്തിന് പോയി. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നില്ല. അപ്പോൾ വിരോചനം പറഞ്ഞു, എന്തിനാ നമ്മൾ കുറേ കാലമായി ഇവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങാൻ തുടങ്ങിയിട്ട്, വർഷങ്ങൾ അത്രയായി, ഇതുവരെ ബ്രഹ്മജ്ഞാനത്തിനെ പറ്റി ഒരു അക്ഷരം പോലും അദ്ദേഹം പറയണില്ല. ഗുരു നമുക്ക് ചോദിച്ചാലോ, ഇത്ര കാലമായിട്ടും എന്തുകൊണ്ട് ഞങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളത്. അയ്യോ, അതിപ്പോൾ സംഭവമൊക്കെ ശരിയാ, കാലം കുറേ ആയി ഇവിടെ, സമയം പോകുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ എങ്ങനെ ഗുരുവിനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് ഗുരുവിന് അത് മോശമല്ലേ? ഗുരുവിനോടൊക്കെ അങ്ങനെ ചോദിക്കാമോ? നിനക്ക് ധൈര്യമില്ലെങ്കിൽ നീ വാ, ഞാൻ ചോദിച്ചോളാം, എനിക്ക് ആ പേടിയൊന്നുമില്ല. വിരോചനൻ പറഞ്ഞതാണ്. അത്തരം ചോദ്യങ്ങൾ ഏതുതരം ഹൃദയങ്ങളിൽ നിന്നാണ് വരിക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഗുരു എന്നൊരു വിഷയമല്ല. എന്ത് ഗുരു? നമുക്കെന്ത് ഗുരു? നീ വാ, ഞാൻ ചോദിക്കാം. ഈ രീതിയിലെ ടോണ് വരുന്നത് ഏതൊക്കെ ബുദ്ധിയിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് സാമാന്യ ബോധം ഉള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. അത്തരം ആത്മാവുകളാണ് വിനശ്യതിയായി പോകുന്നത്, നശിച്ചു പോകുന്ന അവരൊക്കെയാണ്. അപ്പോൾ ഇവർ അങ്ങനെ ഭഗവാൻ സനൽകുമാരൻ്റെ മുമ്പിൽ ചെന്ന് രണ്ടുപേരും, ഇന്ദ്രൻ പിറകിൽ നിന്നു, വിരോചനൻ അറിവില്ലായ്മ കൊണ്ട് അഹങ്കാരം കൊണ്ടും അയാൾ മുമ്പിൽ കയറി ചോദിച്ചു, അല്ല ഗുരുനാഥ, കുറേ കാലമായാലും അവിടെ അങ്ങനെ ഞങ്ങൾ
അട്ടിപ്പേറ് കിടക്കാൻ തുടങ്ങിയിട്ടു. ബ്രഹ്മത്തിനെ പറ്റി താങ്കൾ ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞു തന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്നാ ഞങ്ങൾക്കത് അറിയാൻ വളരെ ജിജ്ഞാസുണ്ട്. അപ്പോൾ സനൽകുമാര ഭഗവാൻ പറഞ്ഞു, അല്ല അതിനിപ്പോൾ എന്താ, നിങ്ങൾക്ക് അറിയാൻ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോവാ. നേരെ ഇങ്ങനെ പോകുമ്പോൾ ഇടത്ത് ഭാഗത്തായിട്ട് ഒരു തൊട്ടി കാണും. ആ തൊട്ടിയിൽ നോക്കിയാൽ അതിൽ കാണാം ബ്രഹ്മം. ഓ അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഒരു മുന്നോട്ട് പോയപ്പോൾ ഇടത്ത് ഭാഗത്തായിട്ട് വലിയൊരു തൊട്ടി കിടക്കുന്നുണ്ട്. ആദ്യം വിരോചനം പോയിട്ട് അതിലേക്ക് നോക്കിയപ്പോൾ ആ തൊട്ടി നിറയെ വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഇയാളുടെ പ്രതിരൂപമാണ് കണ്ടത്. ഓഹോ, ഞാനാണല്ലേ ബ്രഹ്മം. അത് ശരി, നമുക്കിതുവരെ മനസ്സിലായില്ല. എന്തായാലും നല്ല കാര്യം. ഇന്ദ്ര, ഞാൻ പോവുകയാണ്. എനിക്ക് ബ്രഹ്മജ്ഞാനം ലഭിച്ചു, ഞാൻ പോവുകയാണ്. അല്ല ഗുരുവിനെ, എന്ത് ഗുരു? ഇനി ഗുരുവൊന്നും വേണ്ട, എനിക്ക് അറിയേണ്ടത് അറിഞ്ഞു, എനിക്ക് കിട്ടുന്നത് കിട്ടി, ഞാൻ പോവുകയാണ്. അയാൾ അവിടുന്ന് വിട്ടു. ശേഷം ഇന്ദ്രൻ പാടി നോക്കിയപ്പോൾ ഇന്ദ്രൻ തന്നെയാണ് കണ്ടത്. ഞാനിങ്ങനെ ബ്രഹ്മാവും, എനിക്ക് ജനിമൃതികളുണ്ടല്ലോ, ഞാൻ ജനിച്ചതാണ്, ഞാൻ മരിക്കും ചെയ്യും, ബ്രഹ്മം മരിക്കില്ലല്ലോ. അയ്യോ, ഇത് ശരിയായ ജ്ഞാനമല്ല. അദ്ദേഹം തിരിച്ച് സനൽകുമാരൻ്റെ അടുത്തേക്ക് തന്നെ പോയി എന്നാണ് കഥ. വിരോചനൻ മനസ്സിലാക്കിയത് ശരീരമാണ്, ദേഹോഹമെന്ന വഴി പോയി വിരോചനൻ. മറ്റേയാൾക്ക് ദേഹം ശാശ്വതമല്ല, അത് ജനിക്കുന്നു മരിക്കുന്നു, അപ്പോൾ അതല്ല, അതിൽ ശാശ്വത ലോകം അല്ലത് എന്ന ഒരു തിരിച്ചറിവോടുകൂടി അദ്ദേഹം വീണ്ടും ഗുരുവിനെത്തി എന്നിട്ട് കുറച്ചുകൂടി അങ്ങ് വിശദീകരിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ ഗുരുപാദ സേവയും ചെയ്ത് കൂടി. അതേ സ്ഥാനത്ത് വിരോചനൻ ദേഹോഹമെന്ന വഴി, ഞാൻ ദേഹമാണ്, സുഖങ്ങളിലെല്ലാം ഭോഗങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കുക, ഞാൻ ഈ ശരീരം തന്നെയാണ്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ്. ദേഹോഹമെന്ന വഴി പോകുന്നു. എന്താ കാരണം? തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ട് ദേഹോഹം, ഞാൻ ശരീരമാണ്, ഭോഗങ്ങൾ എനിക്ക് ധാരാളം വേണം, എനിക്ക് സമ്പാദിക്കണം, ഞാനിവിടെ അട്ടിപ്പേറാവും കാലാകാലം എന്നുള്ളൊരു ബോധമാണത്. അത് അജ്ഞാനമാണ്. അത്തരം ആത്മാവുകളാണ് നശിക്കുന്നത്. അല്ലാതെ സത്യാന്വേഷണത്തിൽ ശരിയായ സത്യം ഏതാണ് എന്ന് ചുറ്റുപാടും കാണുന്നതിനെ വിവേചിച്ചറിയാനും മനനം ചെയ്യാനും അപഗ്രഥിക്കാനും വേണ്ടി സംശയദൃഷ്ടിയ നോക്കുന്നവനല്ല നശിക്കുന്നത്. ഒരു സംശയവും ഇല്ലാതെ ഇരുട്ടിനെ വെളിച്ചം എന്ന് മനസ്സിലാക്കുന്ന അവനാണ് നാശം വരുന്നത് എന്നാണ് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. സംശയാത്മാ വിനശ്യതി. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം അവസരം പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. വിത്തും പതിരും തിരിച്ചറിയാനുള്ള അറിവ് തരണേ എന്ന് പ്രാർത്ഥിക്കുക. അതേ വഴിയുള്ളൂ. അതിന് നിങ്ങൾ ഈശ്വരനിൽ, ഗുരുവിൽ സറണ്ടർ ആവുക. വേറെ വഴിയില്ല. ജയ് ഗുരുദേവ്.